ഗില്ല ഇപ്പൊ എന്തോ പറ്റിയത്? സത്യം പറഞ്ഞാ എന്താ സംഭവിച്ചതിപ്പം? അതെ, ചെറുതായിട്ടൊന്ന് പണി പാളിയെന്ന് തോന്നുന്നു. എൽ.എസ്.സി വന്ന് പണി തന്നിട്ട് പോയി. അങ്ങോട്ട് വിളിച്ച് അവരുടെ വീട്ടിൽ വെച്ച് എൽ.എസ്.സി ഒരു പണി തന്നായിരുന്നു. അവന്മാരേതായാലും നമ്മുടെ വീട്ടിൽ കയറി നമ്മളെ അടിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ പ്രശീദ് കൃഷ്ണ, ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ സായി സുദർശൻ, വേൾഡ് ക്ലാസ് ബോളർ റാഷിദ് ഖാൻ, ടെസ്റ്റ് ബോളർ റബാഡ, ഏതും പോരാഞ്ഞിട്ട് ഡി.എസ്.പി സാർ സിറാജ്. എന്നാ ചെയ്യാനാകില്ല ഇനി? അടുത്ത എന്തോ ഒരു ഓപ്ഷൻ? അടുത്തതിന് സി.എസ്.കെ ഉണ്ട്. സി.എസ്.കെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വിളിക്കുന്നു, അവന്മാരെ തോൽപ്പിക്കുന്നു. 2023 ഓർമ്മയുണ്ടോ ഗില്ലിന്? 2023 ഫൈനൽ ഓർമ്മയുണ്ടോ? ജഡേജ ഓർമ്മയുണ്ടോ? ധോണി ഓർമ്മയുണ്ടോ? അതേ ടീം തന്നെ കേട്ടോ അവന്മാര്. സിംഹത്തെ കൊണ്ട് സൂയിലിട്ടാലും കേട്ടോ, സിംഹം സിംഹം തന്നെ. പണ്ടത്തെ കുറച്ച് പുലികളൊക്കെ തന്നെ ആയിരുന്നു അവര്. അതൊന്നും മറന്നു പോരുത്. എന്തോ പറയാനാന്നേ. ഇന്ന് ഈസി ആയിട്ട് ജയിക്കേണ്ട ഒരു കളി. നല്ല ഒരു ബാറ്റിംഗ് പിച്ച്, സമ്മതിച്ചു. നല്ല ഒരു ഫ്ലാറ്റ് പിച്ച് തന്നെ ആയിരുന്നു. ഒരു ബാറ്റിംഗ് പിച്ച് ആയിരുന്നു. എന്നാൽ കളി മറന്നുപോയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ബോൾ ചെയ്യാൻ മറന്നുപോയി. പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ ബോൾ ചെയ്യാൻ മറന്നുപോയി. ഡി.എസ്.പി സിറാജ് പോയിട്ട് നിക്ലസ് പൂരന്റെ അടുത്ത്, നീ വലിയ അടി അടിച്ചാലുണ്ടല്ലോ, നിന്നെ പിടിച്ചാൻ ജയിലിൽ ഇടുമെന്ന് പറഞ്ഞ്. നിക്ലസ് പൂരന് അത് കേട്ടപ്പോൾ ഭ്രാന്ത് വന്ന്. അതുവരെ സിറാജിനെ വലിയ രീതിയിൽ അടിച്ചില്ലായിരുന്നു. നല്ല രീതിയിൽ അടി കൊണ്ടില്ല. സിറാജ് വേറെ ഒരു ലീഗ് കളിക്കുന്നു, ബാക്കിയുള്ളവർ വേറെ ലീഗ് കളിക്കുന്നു. അങ്ങനെ ഒരു മട്ടായിരുന്നു. സിറാജിന് വലിയ രീതിയിൽ അടി കൊണ്ടില്ല. ദാ ചെന്ന് ആ ചെറുക്കനെ ചൊറിയാൻ ചെന്നു. അവനൊരു പ്രാന്തനാണ്. സിറാജ് ഡി.എസ്.പി സാറാന്ന് പറഞ്ഞിട്ട് തലയെ തൊപ്പിയൊന്നും ഇല്ല അങ്ങോട്ട് ചെന്നിട്ട്, നീ വലിയ കളി കളിച്ചാൽ നീ വെസ്റ്റ് ഇൻഡീസിലോട്ട് പോകത്തില്ലേ, നിന്നെ പിടിച്ചാൽ ജയിലിൽ ഇടുമെന്ന് മാത്രമേ പറഞ്ഞേ ഉള്ളൂ. സിറാജ് സാറിന് പിന്നെ കണ്ണും കണ്ടുകൂടെ ചെവിയും കേട്ടുകൂടാ. അവൻ എടുത്തിട്ട് വേജെന്ന് പറയേണ്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് ഇവരുടെ ബോളിങ് 20 റൺസോളം എക്സ്ട്രാ കൊടുത്തു. ഒരു ബാറ്റിംഗ് പിച്ചായിരുന്നു, സമ്മതിക്കുന്നു. 20 റൺസോളം എക്സ്ട്രാ കൊടുത്തു. ഏതും പോരാഞ്ഞിട്ട് ഋഷഭ് പന്ത് 16 റൺസ് ഋഷഭ് പന്ത് എടുത്തത്. അതോടെ നിങ്ങളുടെ കളി കയ്യിൽ നിന്ന് പോയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഋഷഭ് പന്ത് വരെ വന്ന് അടിച്ചിട്ട് പോകുമെന്ന് വെച്ചാൽ വളരെ മോശം എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഫാസ്റ്റ് ബോളർമാർ ഇന്ന് യോക്കർ എറിഞ്ഞില്ല. നിങ്ങളുടെ ഫാസ്റ്റ് ബോളർമാർ ഇന്ന് സ്ലോ ബോൾ എറിഞ്ഞില്ല. നിങ്ങളുടെ ഫാസ്റ്റ് ബോളർമാർ ഇന്ന് ഷോർട്ട് ബോൾ എറിഞ്ഞില്ല. നിങ്ങളുടെ ഫാസ്റ്റ് ബോളർമാർ ചെയ്തത് സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരുന്നു. അവന്മാരടിച്ച് അക്കരെ വിട്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 17 സിക്സ് അടിച്ച്. നിങ്ങൾ സ്പീഡ് കൂട്ടിയ അനുസരിച്ച് അവന്മാർ അടിച്ച സിക്സിന്റെ സ്പീഡും കൂടിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇത്ര ഒരു ഫ്ലാറ്റ് പിച്ചിൽ ഒരു വെറൈറ്റി ആയിട്ട് നക്കിൾ ബോളോ സ്ലോ ബോളോ യോക്കറോ എറിയേണ്ടതെടുത്ത് നിങ്ങളുടെ ബോളർമാർ സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരുന്നു. അത് തന്നെയാണ് ഇന്ന് തോൽവിക്ക് മെയിൻ കാരണം. എന്തായാലും പഞ്ചാബിനും ആർ.സി.ബിക്കും സന്തോഷ വാർത്ത തന്നെയാണ്. ഇവരിന്ന് പരാജയപ്പെട്ടത് എന്തായാലും പഞ്ചാബിനും ആർ.സി.ബിക്കും ടോപ്പ് 2-ലോട്ട് പോകാനുള്ള എല്ലാ വഴികളും ഇവന്മാർ തുറന്നു വിട്ടു എന്ന് തന്നെ പറയാം. കളി ഇനി എന്തായാലും ഡു ഓർ ഡൈ ആണ് സത്യം പറഞ്ഞ ജി.ടിക്ക്. ഇത്രയും നല്ലപോലെ കളിച്ചിട്ട് ഈ മത്സരം നിങ്ങൾ തോക്കാൻ പാടേ ഇല്ലായിരുന്നു. നിങ്ങൾ ജയിക്കേണ്ട കളിയായിരുന്നു. നിങ്ങളുടെ ബോളർമാർ ബോൾ ചെയ്യാൻ മറന്നുപോയി. ഇപ്പം ഗുജറാത്തിനായിരുന്നു 22 പോയിന്റ് കിട്ടാൻ ചാൻസ്. എന്നാൽ ഇന്നത്തെ പരാജയപ്പെട്ടതോടെ അടുത്ത കളി ജയിച്ചാലും മാക്സിമം 20 പോയിന്റേ കിട്ടത്തുള്ളൂ. ഇനി ആർ.സി.ബിക്ക് 2 കളിയുണ്ട്. ആ 2 കളി ജയിച്ച് 21 പോയിന്റ് കിട്ടും ആർ.സി.ബി. അതുപോലെ തന്നെ പഞ്ചാബിന് 2 കളിയുണ്ട്. 2 കളി ജയിച്ചാൽ അവർക്കും 21 പോയിന്റ് കിട്ടും. സോ പഞ്ചാബിനും ആർ.സി.ബിക്കും എല്ലാ വാതിലുകളും ഇന്നിവർ തുറന്നിട്ട് കൊടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി സി.എസ്.കെ ആയിട്ടുള്ള മത്സരം വളരെ നിർണായകം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം മുംബൈക്കെതിരെ ഒരു മത്സരമുണ്ട്, അത് കുറച്ച് ടഫായിരിക്കും. ആർ.സി.ബിക്ക് ഹൈദരാബാദിനെതിരെ ഒരു മത്സരമുണ്ട്, അത് കുറച്ച് ടഫായിരിക്കും. അത് അവർ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ സി.ബിക്കും പഞ്ചാബിനും ടോപ്പ് 2-ലോട്ട് പോകാനുള്ള എല്ലാ വഴികളും ഇന്ന് എന്നാലും ജി.ടി തുറന്നിട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. 235 റൺസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ തന്നെയാണ്. ഒരു 210, ഒരു 215, 220 വരെ എങ്ങനെയായാലും നോക്കായിരുന്നു. പക്ക ഒരു ഫ്ലാറ്റ് പിച്ച് ആയിരുന്നു. നിങ്ങൾ ഗുജറാത്ത് എന്നിട്ട് 202 റൺസ് എടുത്തു. എൽ.എസ്.ജിയുടെ ബോളർമാർ ചെയ്ത് കണ്ടോ? അവർ വന്ന് യോക്കർ ബോൾ എറിയുന്നു. ആവേശ് ഖാൻ അടികൊണ്ട്, പക്ഷെ ആവേശ് ഖാൻ വേണ്ട സമയത്ത് വന്ന് യോക്കർ ബോൾ എറിയുന്നു. ആകാശ് സിംഗ് വന്ന് മനോഹരമായിട്ട് സ്ലോ ബോൾ എറിയുന്നു, ബട്ട്ലറിനെ എടുത്തുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ ഷഹവാസ് അഹമ്മദ്, പുള്ളിക്ക് അടിയുണ്ട്, എന്നാൽ പുള്ളി ഒരു വിക്കറ്റും എടുക്കുന്നു. വേണ്ട സമയത്ത് റണ്ണ് കൺട്രോൾ ചെയ്യാൻ അവർക്ക് എന്നാലും കഴിഞ്ഞു. അതുപോലെ തന്നെ അവരുടെ മാച്ച് വിന്നർ ബോളർ ന്യൂസിലാൻഡിന്റെ വില്ലി റോക്ക് 4 ഓവറിൽ 27 റൺസ് 3 വിക്കറ്റ്. സായി സുദർശനെ സ്ലോ ബോളിൽ സ്ലോ ബൗൺസിൽ വീഴ്ത്തിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓഫ് സൈഡിൽ ഇട്ട് കൊടുക്കുന്നു, സ്ലോ ബൗൺസ് ഇട്ട് കൊടുക്കുന്നു, അവിടെ എടുത്തെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടെ കളി മാറി. ഇതായിരുന്നു നിങ്ങളും എൽ.എസ്.ജിയും തമ്മിലുള്ള വ്യത്യാസം. എൽ.എസ്.ജി ബോളർമാർ അടി കിട്ടിയെങ്കിലും അവർ വിക്കറ്റ് എടുത്തു. അവർ കൺട്രോൾ ചെയ്യേണ്ട സ്ഥാനത്ത് കൺട്രോൾ ചെയ്തു. സ്ലോ ബോൾ എറിയേണ്ട സ്ഥാനത്ത് സ്ലോ ബോൾ എറിഞ്ഞു. യോക്കർ എറിയേണ്ട സ്ഥാനത്ത് യോക്കർ എറിഞ്ഞു. പിന്നെ മിച്ചിൽ മാഷ് ചേട്ടൻ മുമ്പ് വന്ന് 5 ഹാഫ് സെഞ്ചുറി എടുത്തു, ഒരു 100 എടുത്തു. അതുപോലെ ഇന്ന് അനിയൻ വന്നു 5 ഹാഫ് സെഞ്ചുറി എടുത്തു, IPL ഫസ്റ്റ് 100 എടുത്തു. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. IPL ഫസ്റ്റ് 100 എടുക്കുന്നു. പുള്ളി കളിച്ചത് നോക്കുകയാണെങ്കിൽ കൂടുതൽ സ്ട്രെയിറ്റാ. ലോങ് ഓഫ്, ലോങ് ഓൺ, സ്ട്രെയിറ്റ്. വലിയ റിസ്ക് ഒന്നും എടുക്കാൻ നിന്നതേ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നു. സ്ട്രെയിറ്റ് പുള്ളി മനോഹരമായിട്ട് കളിച്ചു. നല്ലൊരു ഇന്നിങ്സ് എന്തായാലും മിച്ചിൽ മാഷ് കാഴ്ചവെച്ചു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പുൾ ഷോട്ട് അടിക്കാൻ പുള്ളി മിടുക്കനാണ് എന്ന് പുള്ളി തെളിയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. 8 സിക്സാണ് പുള്ളി അടിച്ചത്. സത്യം പറഞ്ഞാൽ ക്രിക്കറ്റ് ആസ്ട്രേലിയക്കാണ് നന്ദി പറയേണ്ടത്.
മിച്ചൽ മാഷിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനി ബോൾ ചെയ്യണ്ട, നീ ബോൾ ചെയ്തെടുത്തോളം ധാരാളം, ബോൾ ചെയ്യും 10 കളി നിനക്ക് കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ ബോളിങ്ങിനെ കുറിച്ച് അങ്ങ് മറന്നേരും, നീ ബാറ്റിംഗ് മാത്രം ഫോക്കസ് ചെയ്യും. അതുപോലെ മിച്ചൽ മാഷ് ഇപ്പം ബാറ്റിംഗ് മാത്രം ഫോക്കസ് ചെയ്യുന്നു. പുള്ളിക്ക് സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നു. കൊള്ളാം. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണമെങ്കിൽ മിച്ചൽ മാഷിന് കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ കഴിയും. മിച്ചൽ മാഷിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇഞ്ചുറിയാണ്. 2 കളി കളിക്കും, 10 കളി കളിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പുള്ളി ബോൾ ചെയ്യാതിരിക്കുമ്പോൾ പുള്ളിയുടെ മേലുള്ള പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. ബാറ്റിങ്ങിൽ പുള്ളിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ നിക്ലാസ് പൂരൻ, സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു ജിന്നാന്ന് പറഞ്ഞിരിക്കുന്നു. 41 സിക്സാ ഇതുവരെ ഈ ടൂർണമെന്റിൽ അടിച്ചത്. 41 സിക്സ്. അതും ചുമ്മാ കാർഡിന് അടിയൊന്നും അല്ലെന്നേ പുള്ളി അടിക്കുന്നത്. ഡീപ്പ് എക്സ്ട്രാ കവറിലായെങ്കിലും ലോങ് ഓണിലായാലും ഡീപ്പ് കവർ പോയിന്റിലൊക്കെ ആണെങ്കിലും മനോഹരമായിട്ട് അടിക്കുന്നു. പുള്ളി സത്യം പറഞ്ഞാൽ ആരോഗ്യമൊന്നും അല്ല കൊടുക്കുന്നത്, പുള്ളി ജസ്റ്റ് ടൈമിങ്ങിലാണ് സിക്സ് അടിക്കുന്നത്. പ്രോപ്പർ ക്രിക്കറ്റ് ഷോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ലെഗ് സൈഡിൽ അടിക്കും, അതുപോലെ തന്നെ ലോങ് ഓണിലായാലും ലോങ് ഓഫിലായാലും മനോഹരമായിട്ട് പുള്ളി സിക്സ് അടിക്കും. സൂപ്പർ ഒരു പ്ലെയർ എന്ന് പറഞ്ഞിരിക്കുന്നു. 5 കളിയിലാണ് വന്ന് ഹാഫ് സെഞ്ചുറി എടുക്കുന്നത്. അതുപോലെ തന്നെ 41 സിക്സ് ഇതുവരെ അടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. 6 മിഷനാന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു രക്ഷയില്ല, എല്ലാത്തിനും പറക്കിയെടുത്തിട്ട് അടിച്ചു. സായി കിഷോറിന് കൊടുത്തു, റാഷിദ് ഖാന് കൊടുത്തു, റബാഡയ്ക്ക് കൊടുത്തു, എല്ലാവരെയും പറക്കിയെടുത്തിട്ട് അടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. മനോഹരമായ ഒരു ഇന്നിങ്സ് പിന്നെയും വന്ന് നിക്ലാസ് പൂരൻ കാഴ്ചവെക്കുന്നു. പിന്നെ ഋഷഭ് പന്ത് വന്ന് 2 സിക്സ് അടിക്കുന്നു. എന്തായാലും കൊള്ളാം. ആ ഒരു കോൺഫിഡൻസ് എന്തായാലും പുള്ളിക്ക് കിട്ടി. എന്തായാലും നമ്മുടെ ടെസ്റ്റ് ടീമിലൊക്കെ കളിക്കേണ്ട പുള്ളിയല്ലേ ഇവിടെ, ഇംഗ്ലണ്ടിൽ കളിക്കാനൊക്കെ പോകേണ്ടതാണ്. എന്തായാലും ആ 2 സിക്സ് എന്തായാലും പുള്ളിയുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ച് വർദ്ധിപ്പിച്ചായിരുന്നു. ക്യാപ്റ്റൻസിയിലും അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടു. കാരണം 17ാമത്തെ ഓവറിൽ വില്ലി റോക്കിനെ കൊണ്ടുവരുന്നു, 2 വിക്കറ്റ് എടുക്കുന്നു. അവിടെ സത്യം പറഞ്ഞ ഗുജറാത്തിന് ജയിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു. 182-ൽ 4 വിക്കറ്റ് നഷ്ടപ്പെട്ടതേ ഉള്ളൂ. അവിടെ ഉദർഫോർഡ് നിപ്പോണ്ട്, ഷാറുഖ് ഖാൻ നിപ്പോണ്ട്. എന്നാൽ കറക്റ്റ് മൂവ് എന്ന് പറഞ്ഞിരിക്കുന്നു. കറക്റ്റ് മൂവ്. വില്ലി റോക്കിനെ കൊണ്ടുവരുന്നു, 2 വിക്കറ്റ്, ഇമ്പോർട്ടൻറ്റ് 2 വിക്കറ്റ് അവിടെ എടുക്കുന്നു. അതോടെ മാച്ച് LSGക്ക് തിരിച്ചുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. നല്ലൊരു പെർഫോമൻസ് എന്തായാലും പന്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ആ ഒരു ഷോട്ട്, ആ ഒരു 2 സിക്സ് എന്തായാലും പുള്ളിയുടെ ക്യാപ്റ്റൻസിക്കും ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ എന്തായാലും ഗുജറാത്തിൻ്റെ ടോപ്പ് ഓർഡർ, ടോപ്പ് 3 സത്യം പറഞ്ഞാൽ ഇന്ന് ടെസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. 2ാമത്തെ കളിയിലാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. 2 കളിയിലും അവർ പരാജയപ്പെട്ടു. നോക്കുവാണെങ്കിൽ ഒരു ഭേദപ്പെട്ട സ്കോർ കാഴ്ചവെച്ചു. സായി സുദർശൻ ആണെങ്കിൽ 21 റൺസ് എടുക്കുന്നു, ശുഭ്മൻ ഗില്ല് 35 റൺസ് എടുക്കുന്നു, ജോസ് ബട്ട്ലർ 33 റൺസ് എടുക്കുന്നു. എന്നാൽ അവരുടെ വിക്കറ്റ് നേടാൻ കഴിഞ്ഞു. നേരത്തെയൊക്കെ എന്താ സംഭവിക്കുന്നത്, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും 15 ഓവർ വരെ കളിക്കും, ഇവരിൽ ആരെങ്കിലും ഒരാൾ അവസാനത്തെ ഓവർ വരെ കാണും, 19ാമത്തെ അല്ലെങ്കിൽ 20ാമത്തെ ഓവർ വരെ കാണും. പക്ഷേ ഇന്ന് LSG അതിന് സമ്മതിച്ചില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. കറക്റ്റ് പ്ലാനുമായിട്ട് വന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജയിക്കേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു നിങ്ങൾക്ക്. ഇത് നിങ്ങളിലെ പഠിക്കെ കൊണ്ട് കല ഉടയ്ക്കുന്ന അവസ്ഥയായിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് ഇന്ന് ജയിച്ച് നിങ്ങൾ ടോപ്പ് 2 ഉറപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങൾ മാച്ച് കൊണ്ട് കളഞ്ഞു. ഇനി എന്തായാലും ടോപ്പ് 2 റേസ് എന്തായാലും ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. മുംബൈക്ക് അവിടെ ചാൻസ് ഉണ്ട്, പഞ്ചാബിന് ചാൻസ് ഉണ്ട്, RCBക്ക് ചാൻസ് ഉണ്ട്, ഇവർക്കും ചാൻസ് ഉണ്ട്, ചാൻസ് ഇല്ലെന്നല്ല. ഇവർ ഇപ്പോഴും ഫേവറേറ്റുകൾ തന്നെയാണ്. ഇവർക്കൊരു മത്സരം ജയിക്കുകയാണെങ്കിൽ ഇവർക്ക് എന്തായാലും ടോപ്പ് 2യിലുള്ള റേസിൽ നിൽക്കാം. പക്ഷേ ഇന്നത്തെ ഒരു പരാജയം, വല്ലാത്തൊരു പരാജയം എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ റാഷിദ് ഖാനെ സംബന്ധിച്ചുള്ള കൺസേൺ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഓവറിൽ 25 റൺസാണ് പുള്ളിയെ വഴങ്ങിയത്. 2 ഓവറിൽ നിന്ന് റാഷിദ് ഖാനെ അടിച്ചത് 36 റൺസ്. ഇതുവരെ നേടിയത് 8 വിക്കറ്റാണ്. 13 കളിയോളം കളിച്ചു, 8 വിക്കറ്റാണ് കിട്ടിയത്. കഴിഞ്ഞ സീസൺ നോക്കുവാണെങ്കിലും അത്ര മനോഹരമായിരുന്നില്ല റാഷിദ് ഖാൻ്റെ. ഇഞ്ചുറി കഴിഞ്ഞൊക്കെ വന്നു എന്ന് പറയെങ്കിലും പുള്ളി ഷോർട്ട് ബോൾ ഇട്ട് കൊടുക്കുന്നത്, സ്പിന്നറാ, അന്ന് 5 ബോൾ ഷോർട്ട് ബോൾ ഇട്ട് കൊടുക്കുന്നു, ഒരു അടിച്ച് തൂക്കി വിട്ടെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു കൺസേൺ തന്നെയാണ്. ഈ ഒരു പെർഫോമൻസ് പ്ലേ ഓഫിലൊക്കെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജോസേട്ടൻ പ്ലേ ഓഫിൽ കാണത്തില്ല, റബാഡ പ്ലേ ഓഫിൽ കാണത്തില്ല. ഇത് തന്നെ ആയാലും ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഓൾ ദ ബെസ്റ്റ്. അടുത്ത കളിയിൽ തിരിച്ചു വരാൻ കഴിയട്ടെ. അടുത്ത കളിയിൽ CSK വന്ന് കറുത്ത കുതിരകളാവാതിരിക്കട്ടെ.